സമയം 4:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കന്യാകുമാരി സൂര്യോദയം കാണാൻ പോവുക കേട്ടോ. അപ്പം ബാക്കി കിച്ചും കുമ്പിയും കിടന്ന് ഉറങ്ങുക. പുല്ലിയ മിന്നുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും. കുറേ ഇടത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലേക്കാ. ഒത്തിരി വെള്ളമൊക്കെ കയറി കിടന്നായിരുന്നു. നല്ല രസമുണ്ട്. ഏഴെട്ട് പ്രാവശ്യം കന്യാകുമാരി പോയിട്ടുണ്ടെങ്കിലും ഇതുവർക്ക് സൂര്യാസ്തമയോ സൂര്യോദയോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പോകും വരും അങ്ങനെ ആയിരുന്നേ. അപ്പം നമ്മൾ ആറ്റാങ്കര പള്ളിയിൽ പോകുമ്പം ഞങ്ങൾ അന്നേരം വിചാരിച്ചൊന്ന് കന്യാകുമാരിയിലും കൂടെ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമല്ലോ. മിക്കവരും ആറ്റാങ്കര പള്ളിയിൽ പോകുന്നവരെല്ലാം കന്യാകുമാരി വന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം അവിടുന്ന് ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് എണീറ്റ് താണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ പോയ ആൾക്കാരെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. പിന്നെ കിച്ചും തുമ്പിയും വിച്ചും കൂടെ ഒരു ഉറക്കച്ചെവിടലായിരുന്നു. വിച്ചൂട്ടൻ പിന്നെ ഞാൻ എണീറ്റിരുന്നു. ബാക്കി രണ്ടുപേരും കൂടെ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നേരം വെളുത്ത ഒരു ഫീലൊക്കെ ആയിരുന്നു. നിറച്ച് വെട്ടവും പ്രകാശവും ഒക്കെ ആയിരുന്നേ. ഒത്തിരി ആൾക്കാരുണ്ട് പല സ്ഥലത്തു നിന്നുള്ളത്. തമിഴര്, തെലുങ്കര്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച അവിടെ നിന്ന് ഇപ്പം അങ്ങ് ഉദിക്കും, നിന്ന് കണ്ടിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചയാ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടും സൂര്യൻ്റെ ഒരു പൊടി പോലും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഉള്ള ഒരാൾ പറഞ്ഞ് 6:20 ആകുമ്പോഴായിരിക്കും സൂര്യ ഉദിച്ച് വരുന്നത്. അതുവരെ ഇവിടെ ഇങ്ങനെ സ്ഥലം പിടിച്ചൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മുടെ വിവേകാനന്ദ പാറയിൽ ആ ലൈറ്റൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം നേരം വെളുക്കുമ്പോൾ അതൊക്കെ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്കും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. ഇനി അവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളും ഇരിക്കുക കേട്ടോ. ഇപ്പം വരും എന്ന് പറഞ്ഞ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് ആൾക്കാർ പറഞ്ഞ് സമയമൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഇന്ന് താമസിച്ചായിരിക്കും, അല്ലെങ്കിൽ മൂടൽ മഞ്ഞൊക്കെ കാരണം കാണാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും ക്ഷമയുടെ നെല്ലിപ്പലക ഇളവി കാത്തിരിക്കുകയാണ് കേട്ടോ. അതോ മറ്റേടത്ത് ലൈറ്റൊക്കെ അണച്ച് നേരമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെളുത്ത് വന്ന് 6:45 സൂര്യനെ കാണാനേ ഇല്ലായിരുന്നു. അപ്പം മൂടൽ മഞ്ഞ് കാരണമായിരുന്നു സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. പതുക്കെ ഇങ്ങനെ വരും കേട്ടോ. ഈ കാണുന്ന നമ്മൾ വീഡിയോയിൽ എടുക്കുന്ന അങ്ങനല്ല കേട്ടോ, നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ലൊരു ചുമാന്നിരിക്കുക. കാണാത്തവർക്ക് വേണ്ടിയാട്ടോ. ഞാനും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആയിരിക്കും ഇങ്ങനെ പറയുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ ഉദിച്ച് പതുക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലോട്ട് നമ്മളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണേ. ഈ ഉദിച്ച് വന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ പ്രകാശം മൊത്തം ഒരു ലൈറ്റിംഗ് എഫക്റ്റ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എത്രത്തോളം കിട്ടിയതെന്ന് അറിയാൻ വയ്യ. അവിടുത്തെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കേട്ടോ. പിന്നെ മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇത്രയും നാളും നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ അങ്ങനെ ഇറക്കാറില്ല മക്കളെ. എനിക്കങ്ങ് പേടിയാണ് വെള്ളത്തിനകത്തോട്ടൊക്കെ ഇറക്കുന്നത്. പക്ഷേ ഇവിടെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയതേ ഉള്ളൂ, 7:30 ആയതേ ഉള്ളായിരുന്നു. 3 പേരും അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടൊന്നും പോവല്ലേ, ദൂരോട്ടൊന്നും പോവല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് നമ്മളും കൂടെ അങ്ങ് അടുത്തോട്ട് പോയിട്ടോ. അപ്പോഴത്തേക്കും മക്കൾക്ക് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞ്. അപ്പോൾ അറ്റത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട്. എങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കാൻ പറഞ്ഞു. 3 വെള്ളത്തിനകത്തായിരുന്നു കേട്ടോ. തുമ്പിയാണെങ്കിൽ അവളുടെ പേര് എഴുതി വെക്കുകയും കിച്ചും പിച്ചും കടലമ്മക്കള്ളി എന്നൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തിരെ വന്ന് ഇവരുടെ പേര് മായ്ക്കുന്നത് കാണാൻ നമ്മളെപ്പോലെ പിള്ളേർക്കും കൗതുകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്ത് അതിനകത്തോട്ട് ഒഴുക്കി വിടുന്നുണ്ടായിരുന്നേ. പൂജയാണോ ബലി ഇടുവാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഫോട്ടോ എടുപ്പ് എപ്പം വന്നാലും എവിടെ പോയാലും ഒരു ഫോട്ടോ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഫാമിലി ഫോട്ടോ ആയാലും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആയാലും അതൊക്കെ വെച്ച് എടുത്തതാ. പിന്നെ ഇവർ കണ്ടോ, ഇവരാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ഈ തൂമ്പയൊക്കെ വെച്ച് കിളച്ചിട്ട് അതിൽ നിന്ന് മുത്തെടുക്കും. മുത്തെന്ന് വെച്ചാൽ കുറേയിലെ കല്ല് കണക്കുള്ള സംഭവമൊക്കെ എടുക്കുമ്പോൾ ഉടനെ കിട്ടത്തില്ല. അവരിങ്ങനെ മണ്ണിനകത്തൊക്കെ ഇങ്ങനെ അരിച്ചരിച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ കല്ലൊക്കെ കിട്ടും. അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ വിൽക്കുവാണ് കേട്ടോ.
നമ്മൾ വന്ന സമയത്ത് ഒരു കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാപ്പിയും ചായയും പിന്നെ ഈ മാല, വള, കമ്മൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. ദാ രാവിലെ ആയ ആൾക്കാർ കണ്ട ഇങ്ങനെ ആൾക്കാർ കൂടി 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 ഇരിക്കുക. പിന്നെ നമ്മൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് മേലോട്ട് കയറിയപ്പം വീണ്ടും മക്കൾക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞൊക്കെ നിന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടെ ഒക്കെ ഇരുന്ന് കളിക്കെട്ടിക്കാന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ വെള്ളത്തിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മളെ ഫോട്ടോ എടുത്ത ചേട്ടനാണ് അത്. ഫോട്ടോ മേടിക്കാനായിട്ട് ഇച്ചിരി മേലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ്. തുമ്പിയാണെങ്കിൽ വെള്ളത്തിനകത്തുനിന്ന് കയറിയില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ പിന്നെ അങ്ങ് തിരിച്ച് കയറ്റിയത്. വാ മതിയെന്ന് പറഞ്ഞ്. പിന്നെ അറിയാലോ കന്യാകുമാരിയുടെ പ്രത്യേകത, അവിടെ അമ്പലമൊക്കെ ഉണ്ട്, കന്യാകുമാരി ദേവിയൊക്കെ ഉണ്ട്. പക്ഷെ കാണാനൊന്നും പറ്റിയില്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അവിടെ. ഇവിടെ ആൾക്കാർ വന്ന് തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ശിവലിംഗവും പിന്നെ എന്തോന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മണ്ണ് ദേഹത്തേക്കൊന്ന് മാറ്റാൻ വേണ്ടി ആ തിട്ടയിലോട്ടൊന്ന് നിൽക്കാൻ പറഞ്ഞ കേട്ടോ. 3 എണ്ണം ദേഹത്ത് മൊത്തം മണലുണ്ടെന്ന് പറഞ്ഞ് അവിടെ അങ്ങ് കിടക്കുവാണേ. ഈ പിള്ളേർക്ക് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയാലൊന്നും പെട്ടെന്ന് പനി പിടിക്കത്തില്ല. കാരണം നമ്മൾ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പം പ്രസവിച്ചതിന് ശേഷം നമ്മൾ കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് തലയിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് തോർത്തി കൊടുക്കത്തൊന്നുമില്ല. കാരണം മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളം മാറി കുളിച്ചാലോ ഒന്നും പനി വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇപ്പം അതൊരു ഉപകാരമായി. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കിടന്ന് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും അതിൻ്റെ സെറ്റിങ്സ് എങ്ങാനും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഈ ലൈറ്റ് മിന്നാതിരിക്കുന്ന ചില വീഡിയോ മൊത്തം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റിൻ്റെ പ്രകാശം കാരണം വീഡിയോ വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ തുമ്പിക്ക് വേണ്ടി മാത്രം 4-5 ഉണ്ട മേടിച്ച്, തലയിടുന്ന ബണ്ണ് മാത്രം മേടിച്ച്. പിന്നെ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കി. അവിടെയൊക്കെ വില കുറവാണെങ്കിലും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് ഞാൻ കന്യാകുമാരി പോയപ്പോഴത്തേക്ക് എല്ലാത്തിനും വില കുറവാണെന്ന് പറഞ്ഞ് കുറേ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് 2 വട്ടം ഉപയോഗിച്ച് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും പൊട്ടി അങ്ങ് പോയി ആ പാത്രങ്ങളൊക്കെ. അത് എനിക്ക് പെൻസിലൊക്കെ മേടിച്ചാൽ പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ബണ്ണൊക്കെ ആണെങ്കിൽ 5-ൻ്റെയും 10-ൻ്റെയും ബണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്നും നശിച്ച് പോകത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ ബണ്ണ്. വേറൊന്നും മേടിച്ചില്ല. പിന്നെ കിച്ചൂരാണെങ്കിൽ തോക്ക് വേണമെന്ന് കുറച്ച് നേരം വാശി പിടിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ കുറേ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു കേട്ടോ. പക്ഷെ സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളങ്ങ് തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ ഫോട്ടോ മേടിക്കണമായിരുന്നു. അപ്പോൾ ഫോട്ടോ മേടിക്കാൻ മേളിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകുന്നതാണേ. ഈ കടയിലാണ് കേട്ടോ നമ്മൾ ഫോട്ടോ മേടിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോട്ടോ ഒക്കെ അവിടെ റെഡി ആയിട്ടിരുന്നതായിരുന്നു. പിന്നെ തുമ്പിയുടെയും കിച്ചുവിൻ്റെയും വിച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ പോകുന്ന വഴി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ മേടിച്ചിട്ട് നമ്മളെ വണ്ടി കിടന്ന കുറച്ച് മേളിലോട്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? എന്നാണ്ട് ഞങ്ങൾ 2 പേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ, ഞങ്ങൾ മക്കൾ നിൽക്കുന്ന ഫോട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി തിരിച്ചു കേട്ടോ. തിരിച്ചപ്പോഴത്തേക്കും കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് മുരിങ്ങയ്ക്കകത്ത് നിറച്ച് മുരിങ്ങയ്ക്ക കിടക്കുകയാണേ. ഒരുപാട് തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോയപ്പം ഇല കാണാത്ത അത്രയും രീതി മുരിങ്ങയ്ക്ക പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ താമരയുടെ കുളം അതൊക്കെ ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു. ആ അമ്മുമ്മ നമുക്ക് താമരയൊക്കെ പിച്ചി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ തിരുവനന്തപുരം കോവളത്തും കൂടെ കയറിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ബൈ ബൈ, സീ യു.